കോർപ്പറേഷനുകൾ മാർച്ച് 24 വരെ ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകൾ അതേ സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണത്തിൽ ഉൾപ്പെടുത്തി പാസാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് മേയേഴ്സ് കൌൺസിൽ യോഗം. വികസന പ്രവർത്തനങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പെടുക്കാനുള്ള അനുമതി കോർപ്പറേഷനുകൾക്ക് നൽകണമെന്നും മേയേഴ്സ് കൌൺസിൽ. സംസ്ഥാനത്തെ 6 കോർപ്പറേഷൻ മേയർമാരുടെ കൂട്ടായ്മയായ മേയേഴ്സ് കൌൺസിലിന്റെ തൃശൂരിൽ ചേർന്ന യോഗമാണ് സർക്കാരിനോട് ആവശ്യമുന്നയിച്ചത്. കോർപ്പറേഷനുകളിൽ പ്രൊഫഷണലായുള്ള പുതിയ തസ്തികകൾ അനുവദിച്ച് 1 വർഷത്തേക്ക് ഉടൻ നിയമനം നടത്തണം. ഫൈനാൻസ് മാനേജർ, ടൗൺ പ്ലാനർ, ലീഗൽ അഡ്വൈസർ, IT മാനേജർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നീ തസ്തികകൾ അനുവദിച്ച് അടിയന്തരമായി നിയമനം നടത്തണം. കോർപ്പറേഷനുകളുടെ തനത് ഫണ്ട് ചെലവഴിക്കാൻ DPCയുടെ അനുമതി വേണമെന്ന നിബന്ധന ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മേയേഴ്സ് കൌൺസിൽ പ്രസിഡന്റായ കൊച്ചി മേയർ അനിൽകുമാർ പറഞ്ഞു. കോർപ്പറേഷന്റെ വിവിധ ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരത്തെ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ പിയൂണിനെ പോലെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് മേയർമാർക്കെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. ഫയലുകൾ നീങ്ങുന്നതിൽ വലിയ വീഴ്ചയാണ് ഉള്ളത്. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്, കണ്ണൂർ മേയർ മുസ്ലിഹ് മഠത്തിൽ എന്നിവരും മേയേഴ്സ് കൌൺസിലിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കേണ്ടതിനാൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് മേയേഴ്സ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനായില്ല. ഇതാദ്യമായാണ് മേയേഴ്സ് കൌൺസിൽ തൃശൂരിൽ യോഗം ചേരുന്നത്. കോർപ്പറേഷനുകളുടെ നേട്ടങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ക്രോഡീകരിക്കുകയുമാണ് മേയേഴ്സ് കൌൺസിലിൻ്റെ ലക്ഷ്യം. TCV ന്യൂസ്, തൃശൂർ.